ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതവും ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതും എന്നുള്ളൊരു കണ്ടെത്തലാണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. Seven of Swords, Knight of Pentacles, Knight of Swords, Knight of Cups. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഡെത്ത്, ഫൂൾ, Page of Cups, Six of Cups. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതമായിട്ട് നോക്കുമ്പോൾ ഒരു സെവൻ ഓഫ് സോർട്സ് ആണ് ആദ്യം കിട്ടിയേക്കുന്നത്. അതായത് നിങ്ങൾക്ക് വിശ്വസിച്ച വ്യക്തികളിൽ നിന്നും ചതികൾ ധാരാളം ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ തന്നെ ആയിരിക്കാം. ആര് തന്നെ ആയാലും നിങ്ങൾക്ക് ഒരുപാട് ചതികൾ ലഭിച്ചൊരു വ്യക്തിയാണ്. അതിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിച്ചു നിങ്ങളിപ്പോൾ മുന്നോട്ട് നീങ്ങുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് മാത്രമല്ല ഈ ഒരു സമയത്തും സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന വ്യക്തികളെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഇനിയൊരു മാറ്റം വരുന്ന ഒരു എനർജി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ചിന്തിക്കാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതിലൂടെ പലതരത്തിലുള്ള അബദ്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ചില തീരുമാനങ്ങൾ എടുക്കുകയും അതിലൂടെ വലിയ രീതിയിലുള്ള ഒരു ദുരന്തങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അത്രത്തോളം ഒരു രീതിയിലോട്ട് നിങ്ങൾ എത്തിയതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളെക്കാളും നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് തീരുമാനങ്ങൾ എടുക്കുകയും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ബുദ്ധിമുട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയം വരെ നിങ്ങളുടെ മനസ്സിൽ ഒരു സമാധാനമില്ലാത്ത ഒരു അവസ്ഥയൊക്കെയാണ് കാണിക്കുന്നത്. കൂടാതെ നൈറ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ആരെങ്കിലും കുറച്ചൊന്ന് സ്നേഹമായിട്ട് നിങ്ങളോട് കൂടി പെരുമാറുകയാണെങ്കിൽ അത് വിശ്വസിക്കുകയും അവർക്കായി അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. അതിലൂടെ ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ചീറ്റിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് മറ്റുള്ളവരെ വിശ്വസിച്ച് മറ്റുള്ളവരുടെ സ്നേഹം സത്യമാണെന്ന് കരുതി വിശ്വസിക്കുകയും അതിലൂടെ ചതികൾ, അതായത് ആ ഒരു വ്യക്തിയുടെ ചില സംസാരങ്ങൾ അതല്ലെങ്കിൽ അവരുടെ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ചതികൾ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതാവസ്ഥ ഇതായിട്ടാണ് കാണിക്കുന്നത്. വിശ്വസിക്കുന്നു, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നു, അതിലൂടെ ചതികൾ നേരിടുന്നു. കൂടാതെ അതിലൂടെ നിങ്ങൾക്ക് ധനം നഷ്ടപ്പെടുന്ന എനർജി കാണിക്കുന്നുണ്ട്. ഒരു സമാധാനമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ നടന്നിരിക്കുന്നതായിട്ടും ഈ ഒരു സമയത്തും നടക്കുന്നതായിട്ടും കാണിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു സങ്കടത്തിലൂടെ പോകുന്ന ഒരു എനർജിയാണ് ഇതുവരെ നമുക്ക് ഇവിടെ കിട്ടുന്നത്. കൂടാതെ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഡെത്ത് ആണ്. ഡെത്ത് എന്ന് പറയുമ്പോൾ ഇതൊരു ഫിസിക്കൽ ഡെത്ത് അല്ല പറയുന്നത്. അതായത് നിങ്ങൾക്കൊരു മാറ്റം ഇവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്.
അതായത് നിങ്ങൾ ഇതുവരെ ഈ പറഞ്ഞ ഒരു രീതിയിലായിരുന്നു, അതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു മാറ്റം. കൂടാതെ ഒരു ഫൂൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പുതിയൊരു ചുവടുവയ്പ്പാണ് കാണിക്കുന്നത്. അതായത് ഇതുവരെയുള്ള ചിന്തകളിൽ നിന്നൊക്കെ നിങ്ങൾ മാറി പുതിയൊരു ദിശ തേടി പോകുന്നതായിട്ടും പുതിയൊരു ചിന്താഗതിയിലോട്ട് വരുന്ന ഒരു എനർജി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു പേജ് ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങളെ വളരെയധികം നിങ്ങൾ വിശ്വസിച്ചിരുന്ന വ്യക്തികൾ ഒരു ചീറ്റ് ചെയ്തതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇനി വരുന്ന ജീവിതത്തിൽ ഇവിടെ ഒരു പേജ് ഓഫ് കപ്സ്, പുതിയൊരു സ്നേഹം, അതല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി, അത് ആരുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അതായത് ഒരു സമാധാനം, സന്തോഷം ഇതൊക്കെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഒരു എനർജി കൂടി കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഇത്രയും കാലം എങ്ങനെയാണോ നിഷ്കളങ്കമായി മറ്റുള്ള വ്യക്തികളെ സ്നേഹിച്ചത്, അതുപോലൊരു സ്നേഹം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇതുവരെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സ്നേഹം, നിങ്ങൾ കൊടുത്തത് പോലുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്ത വ്യക്തിയാണ്. പക്ഷെ ഇനി കൊടുത്ത പോലുള്ള സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിട്ടും പുതുതായിട്ടൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു 6 ഓഫ് കപ്സിന്റെ എനർജി കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു അതായത് ഒരുപാട് അതായത് ഈ ഒരു അടുത്ത സമയത്തൊന്നുമല്ല, ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴോ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ഇല്ലാതെ വന്ന ഒരു എനർജി കൂടി കാണിക്കുന്നുണ്ട്. ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തിയുടെ കടന്നുവരവ് കൂടി കാണിക്കുന്നുണ്ട്. അത് നല്ലൊരു വ്യക്തിയായിരുന്നു, പക്ഷെ ആ ഒരു വ്യക്തി എപ്പോഴോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഈ ഒരു വ്യക്തി വീണ്ടും തിരിച്ചു വരാനായിട്ടുള്ള ഒരു സാധ്യത കൂടി കാണിക്കുന്നുണ്ട്. അതായത് ഇതുവരെയും നിങ്ങൾക്ക് ചതികൾ പല വ്യക്തികളിൽ നിന്ന് നേർത്തെങ്കിൽ പോലും എപ്പോഴോ ഒരു നല്ല വ്യക്തി അതിൻ്റെ വെച്ച് നിങ്ങൾ പരിചയപ്പെട്ടിരുന്നു. പക്ഷെ അവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ നിങ്ങളുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരാനായിട്ടുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഈ ഒരു പഴയ വ്യക്തി തന്നെ ആയിരിക്കാം. ഏതോ ഒരു പഴയ വ്യക്തി നിങ്ങളെ തേടി വരുന്നു. ഒരുപാട് കാലം നിങ്ങളുമായിട്ട് ഒരു തരത്തിലും ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തി, ദീർഘകാലം ഇല്ലാതെ ഇരുന്ന വ്യക്തി നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ പേജ് ഓഫ് കപ്സും കാണിക്കുന്നുണ്ട്. ഒരു നിഷ്കളങ്കമായ ഒരു സ്നേഹം നിങ്ങളിലോട്ട് വരുന്ന ഒരു എനർജി കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നത്. ഈ ഒരു സമയം വരെ നിങ്ങൾ ഒരു നിരാശയിലാണെന്ന് കാണിക്കുന്നുണ്ട്, ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്ന് കാണിക്കുന്നുണ്ട്, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള നിങ്ങളുടെ അവസ്ഥ താൽക്കാലികമാണെന്നാണ് നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നത്. കുറച്ചുകൂടി ഒരു സമയം കഴിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ ഒരു സമാധാനത്തിലോട്ടും അതുപോലെ ഒരു കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു വ്യക്തി വരുന്നു. അപ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷത്തിലൊക്കെ ആയിട്ടും നിങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ജീവിതത്തിൽ സമാധാനം, സന്തോഷം ഇതൊക്കെ വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.